കണ്ണൂർ പാനൂരിൽ ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ടവരുടെ പേരിൽ CPM നിർമ്മിച്ച രക്തസാക്ഷി മണ്ഡപത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പങ്കെടുത്തില്ല. കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജനാണ് ഉദ്ഘാടനം ചെയ്തത്. MV ഗോവിന്ദനെയായിരുന്നു നേരത്തെ ഉദ്ഘാടനത്തിന് നിശ്ചയിച്ചിരുന്നത്. വിവരങ്ങളുമായി സുനിൽ ഐസക് ചേരുന്നു. സുനിൽ, MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യുമെന്നായിരുന്നല്ലോ മുൻപ് പറഞ്ഞിരുന്നത്. എന്തുകൊണ്ടാണ് MV ഗോവിന്ദൻ പങ്കെടുക്കാത്തത്? പാനൂർ ചെറ്റക്കണ്ടിയിൽ ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ട സുബീഷിന്റെയും ഷൈജുവിന്റെയും പേരിൽ നിർമ്മിച്ച സ്മാരക മന്ദിരത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് അവസാന നിമിഷം പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പിന്മാറിയിരിക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് MV ഗോവിന്ദൻ പിന്മാറിയത് എന്നാണ് സൂചന. എന്തായാലും പാർട്ടിക്ക് വലിയ പ്രതിസന്ധിയിലാക്കിയ ഒരു വിഷയമായിരുന്നു ഇത്. അതായത് ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടവരെ അന്നത്തെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ തന്നെ തള്ളിപ്പറഞ്ഞിരുന്നു. അത്തരത്തിൽ തള്ളിപ്പറഞ്ഞ ആളുകളുടെ പേരിൽ നിർമ്മിച്ച രക്തസാക്ഷി മന്ദിരത്തിന്റെ ഉദ്ഘാടനം പാർട്ടിയുടെ പുതിയ സംസ്ഥാന സെക്രട്ടറി തന്നെ ഉദ്ഘാടനം ചെയ്യുന്നതിലുള്ള വൈരുദ്ധ്യം വലിയ തോതിൽ ചർച്ചയാവുകയും ചെയ്തിരുന്നു. എന്തായാലും പക്ഷേ പരിപാടിയിൽ പങ്കെടുക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഏറ്റവും ഒടുവിൽ അവസാന നിമിഷം പോലും ഒരു അനിശ്ചിതത്വം നിലനിന്നിരുന്നു. ഉദ്ഘാടന ചടങ്ങ് നടക്കുമ്പോൾ പോലും, അതായത് ആ പരിപാടി ആരംഭിച്ചപ്പോൾ പോലും പാർട്ടി ഏരിയ നേതൃത്വം അടക്കമുള്ളവർ പറഞ്ഞത് MV ഗോവിന്ദൻ തന്നെ ഏറ്റവും പരിപാടി ഉദ്ഘാടനം ചെയ്യുമെന്നായിരുന്നു. MV ഗോവിന്ദന്റെ ഓഫീസുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഇക്കാര്യത്തിൽ ഒരു അവസാന സ്ഥിരീകരണം ഉണ്ടായിരുന്നുമില്ല. എന്തായാലും അവസാന നിമിഷം, അതായത് ഉദ്ഘാടനത്തിന് തൊട്ടു മുമ്പാണ് ഉദ്ഘാടകൻ മാറിയിരിക്കുന്നു എന്ന വിവരം പുറത്തു വരുന്നത്. ഇതിന്റെ ശിലാഫലകങ്ങളിലടക്കം രേഖപ്പെടുത്തിയിരുന്നത് പാർട്ടി ഏരിയ സെക്രട്ടറി അധ്യക്ഷനാവുന്ന ചടങ്ങിൽ സംസ്ഥാന സെക്രട്ടറി ഉദ്ഘാടനം നിർവഹിക്കുമെന്നായിരുന്നു. എന്നാൽ പാർട്ടിയുടെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജനാണ് സ്മാരക മന്ദിരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുന്നത്. അതിനുശേഷം നടക്കുന്ന ഉദ്ഘാടന സമ്മേളനം ഇപ്പോൾ MV ജയരാജൻ സംസാരിക്കുകയാണ്. പാർട്ടി രക്തസാക്ഷി മണ്ഡപത്തിന്റെ ഉദ്ഘാടനത്തിൽ നിന്നും MV ഗോവിന്ദൻ വിട്ടുനിന്നിരിക്കുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു സുനിൽ ഐസക്.